എനിക്ക് പറയാനേ പറ്റിയുള്ളൂ. അപ്പോൾ അതുമാതിരി ഒരുപാട് അമ്മമാരും കുറേ കിടപ്പിലുമാണ്. അവർക്കെല്ലാം ഈ ഭഗവാന്റെ ആ കാരുണ്യം, ആ സംഘടന, മൈക്രോ യൂണിറ്റ്, നമ്മുടേതായ കൂട്ടായ്മ അവർ ആ രീതിക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു യൂണിറ്റിലെ ഒരു അമ്മ മാനസിക ശാരീരികമായി കിടപ്പാണ്. അപ്പോൾ ആ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരുടെ ഫണ്ട് അവരുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നൊരു രീതിയിലേക്ക് ഞാൻ യൂണിറ്റിലെ കൺവീനർ, ജോയിന്റ് കൺവീനർ ആ സംഘത്തിൽ സംസാരിക്കുകയും ആ പൈസ അവരിലേക്ക് എത്തിക്കാമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ വാക്ക് അത് കേട്ട വഴിക്ക് അവർ വല്ലാതെ വൈബ്രേറ്റ് ആയി എന്നുള്ളതാണ് അറിഞ്ഞത്. ഞങ്ങൾക്കതൊക്കെ പോയി കാണാൻ സാധിച്ചിട്ടില്ല. ഈ ചതയത്തിൻ്റെ തിരക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോകാൻ പറ്റാത്തത്. ഇത് കഴിഞ്ഞ ശേഷം അവരെ പോയി കണ്ട് സമാധാനപ്പെടുത്തി ഒരാളെയും നമ്മുടേതായ സംഘത്തിൽ നിന്നും പിരിച്ചുവിടാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ആ ചില ആളുകൾ ആ സംഘത്തെ മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇതിന് യാതൊരുവിധ പ്രയോറിറ്റി കൊടുക്കാതെ നടക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെയൊക്കെ നല്ല രീതിയിൽ തന്നെ അത് ചെറുപ്പക്കാരാണ്. ഇതിന്റെ മഹത്വം മനസ്സിലാക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുത്തി പോകുന്നത് കൊണ്ടാണ് ജീവിതത്തിലും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കാത്തത്. കഴിഞ്ഞൊരു മീറ്റിങ്ങിൽ നമ്മുടെ സംഘത്തിൽ പോയി സംസാരിച്ചപ്പോൾ നമ്മുടെ ഒരു